ഇന്ത്യ സന്ദർശിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ട് തനിക്ക് ഒരു കൂടിക്കാഴ്ച നടത്താൻ കേന്ദ്ര സർക്കാർ അവസരം നൽകുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ മറ്റൊരു വിവാദം കൂടി തലപൊക്കിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് രാഷ്ട്രപതി ഭവനിൽ വെച്ചൊരു വിരുന്ന് നൽകി. ആ വിരുന്നിലേക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയോ AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തെയോ ക്ഷണിച്ചിട്ടില്ല. പകരം അവർ കോൺഗ്രസ് നേതാവായ ശശി തരൂർ MP-യെ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെയും ഖാർഗെയുടെയും പരാതി. ഇക്കാര്യം ശശി തരൂർ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു. തന്നെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്, താൻ തീർച്ചയായിട്ടും പങ്കെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രാഹുലിനെ ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും പാർലമെന്ററി വിദേശകാര്യ സെക്രട്ടറി, പാർലമെന്റ് ഈ വിദേശകാര്യ സമിതി ഉണ്ട്, ആ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് തരൂരിനെ ക്ഷണിച്ചതെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. നേരത്തെ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി പല ഗ്രൂപ്പുകളെ, MP-മാരുടെ പല ഗ്രൂപ്പുകളെ ഇന്ത്യൻ സർക്കാർ അയച്ചിരുന്നു. അതിൽ ഓരോ ഗ്രൂപ്പിനെയും നയിച്ച ആൾക്കാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയിലേക്ക് UN-ലേക്ക് പോയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ നയിച്ചത് ഡോക്ടർ ശശി തരൂർ MP-യാണ്. കേന്ദ്ര സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ശശി തരൂർ ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാട് ഒക്കെ അവിടെ വിശദീകരിച്ചു കൊടുത്തു, അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. എന്നു മാത്രമല്ല, അവരുടെ എല്ലാം പിന്തുണ ആർജിച്ചുകൊണ്ടാണ് തരൂർ മടങ്ങിയെത്തിയത്. തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂരിൽ ലോകം നമ്മളെ പിന്തുണച്ചെങ്കിൽ, നമ്മുടെ രാജ്യത്തെ ഈ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ലോകം നിന്നെങ്കിൽ അതിലൊരു പങ്ക് തീർച്ചയായിട്ടും ഡോക്ടർ ശശി തരൂർ MP-ക്കും അദ്ദേഹം നയിച്ച ആ ഗ്രൂപ്പിനും ഉണ്ട്. അങ്ങനെ പാർലമെന്റിന്റെ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് തരൂർ ഈ ദ്രൗപദി മുർമുവിൻ്റെ വിരുന്നിലേക്ക്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് നൽകിയ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. പക്ഷേ അവിടെയും വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഉപജാപക സംഘവും ശ്രമിക്കുന്നത് അതിനാണ്. അവർക്ക് വലിയ പരാതിയുണ്ട്, രാഹുലിന് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന്. എന്നാൽ BJP ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് മറിച്ചാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച്, ഇന്ത്യൻ സർക്കാരിനെ കുറിച്ചൊക്കെ വളരെ മോശമായി സംസാരിക്കുന്ന, ഇകഴ്ത്തി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ എന്തിന് ഇത്തരം ചടങ്ങുകളിലേക്ക് ക്ഷണിക്കണം എന്നാണ് BJP ചോദിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഔദ്യോഗികമായി സർക്കാർ ഇക്കാര്യത്തോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായി ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്ഷണിക്കപ്പെട്ട വിരുന്നുകളിലേക്ക്, ക്ഷണിക്കപ്പെട്ട ചടങ്ങുകളിലേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ പട്ടിക പുറത്തു വരുന്നുണ്ട്. അതായത് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക പ്രധാനമന്ത്രി ഉയർത്തുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ട്, അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അതുപോലെ പത്മഭൂഷൺ, പത്മശ്രീ തുടങ്ങിയ അവാർഡുകൾ സമ്മാനിക്കുന്ന ചടങ്ങിലേക്ക് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിരുന്നു, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു, പങ്കെടുത്തില്ല. ഇങ്ങനെ നിരവധി തവണ നിരവധി ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചെങ്കിലും രാഹുൽ പങ്കെടുക്കാത്തതിൻ്റെ പട്ടിക അനൗദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഹുലിനെ ക്ഷണിച്ചിട്ടും കാര്യമില്ല എന്ന ഒരു വാദമാണ് പൊതുവെ ഉയരുന്നത്. എന്തായാലും സർക്കാർ ഇതിനോട് ഔദ്യോഗികമായൊന്നും പ്രതികരിച്ചില്ല. സർക്കാരിൻ്റെ പ്രതികരണം ആരൊക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തണം എന്നുള്ളത് നമ്മുടെ അതിഥികളാണ് തീരുമാനിക്കുന്നത്. റഷ്യൻ ഗവൺമെന്റ് ആണ്, റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ ക്ഷണിക്കണമെന്നോ ക്ഷണിക്കേണ്ടെന്നോ നമ്മൾ പറയില്ല. റഷ്യൻ പ്രസിഡന്റിന് താല്പര്യമുണ്ടെങ്കിൽ, റഷ്യൻ ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ അവർ രാഹുൽ ഗാന്ധിയെ കാണും, സംസാരിക്കും, കൂടിക്കാഴ്ച നടത്തും.
അതിന് അവർ ക്ഷണിച്ചില്ലെങ്കിൽ അതിൽ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് അവരുടെ പോളിസിയാണ്, അവരുടെ നയമാണ് എന്ന് കരുതുകയേ നിർവാഹമുള്ളൂ. ഇതാണ് സർക്കാർ ഔദ്യോഗികമായി നൽകുന്ന വിവരം. എന്നാൽ BJP ചൂണ്ടിക്കാണിക്കുന്ന ഈ കാര്യത്തിന് പ്രസക്തിയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി സ്വയം ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുകയും ഇന്ത്യ ഗവൺമെന്റിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയും പകരം നമ്മുടെ നിതാന്ത വൈരികളായ പാകിസ്ഥാനെയും ഇപ്പോൾ ബംഗ്ലാദേശിനെയും ഒക്കെ ഉയർത്തി കാണിക്കുകയും അവർക്കൊക്കെ വേണ്ടി സംസാരിക്കുകയും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഷ കടമെടുത്ത് നമ്മുടെ രാഷ്ട്രത്തെ കുറ്റപ്പെടുത്തുകയും നമ്മുടെ ഗവൺമെന്റിനെ താറടിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ എന്തിനാണ് ഇത്തരം ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് BJP ചോദിക്കുന്നത്. അതവരുടെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിനകത്ത് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, മുമ്പ് ഇത്തരം ചടങ്ങുകൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ പ്രതിനിധികൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ താല്പര്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. അതൊന്ന്. രണ്ട്, ഇന്ത്യ തന്നെ പല നിർണായക ഘട്ടങ്ങളിലും പ്രതിപക്ഷ നേതാവിനെയാണ് പല സമിതികളുടെയും അധ്യക്ഷനാക്കി വെച്ചുകൊണ്ട് പല ഈ പറഞ്ഞ വിദേശ സന്ദർശന ഗ്രൂപ്പുകളുടെയും അധ്യക്ഷനാക്കി വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പണ്ട് നമുക്കറിയാം, വാജ്പേയി ഒക്കെ ഇന്ത്യക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി കാര്യങ്ങൾ വിശദീകരിച്ചത് നമുക്ക് പല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് പോലും അത് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ആ സാഹചര്യമല്ല നിലവിലുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവിന് അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ കഴിയുന്നില്ല എന്നതൊരു സത്യമാണ്. പകരം കോൺഗ്രസിൽ നിന്ന് അതിന് ശേഷിയുള്ള ഒരാളെ, പരിപൂർണമായിട്ടും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്ന, പ്രതിപക്ഷത്തെ വെട്ടിനിരത്തുന്ന ഒരു നയമല്ല സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മൾ കാണണം. പകരം പ്രതിപക്ഷത്ത് നിന്ന് ഏറ്റവും യോഗ്യനായ ആളെ കണ്ടെത്തി അതിലേക്ക് നിയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഡോക്ടർ ശശി തരൂരിനാണ് ചാൻസ് കിട്ടുന്നത്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ ഗവൺമെന്റിന്റെ നയം, നമ്മുടെ രാഷ്ട്രത്തിന്റെ പോളിസി അത് കൃത്യമായിട്ട് പറഞ്ഞു ഫലിപ്പിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ തരൂരിന് കയ്യടി കിട്ടുന്നുമുണ്ട്. നേരെ മറിച്ച് തരൂരിന്റെ സ്ഥാനത്ത് രാഹുലാണ് പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഈ ചോദ്യം എല്ലാവരും ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിലെ ഏതാനും നേതാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, പ്രതിപക്ഷ മുന്നണിയിലെ കക്ഷികൾക്ക് പോലും ശശി തരൂർ സ്വീകാര്യനാണ്. പക്ഷേ അത്ര കണ്ട് രാഹുൽ സ്വീകാര്യനല്ല. ചില ഈ ഇടത് പാർട്ടികളല്ലാതെ മറ്റാരും തന്നെ രാഹുലിനെ പരിപൂർണമായിട്ടും ഉൾക്കൊള്ളുന്നില്ല എന്നതും നാം തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. എന്തായാലും റഷ്യൻ പ്രസിഡന്റിന്റെ വിരുന്ന്, രാഷ്ട്രപതി നൽകിയ വിരുന്ന്, ആ വിരുന്നിൽ പങ്കെടുക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് യോഗമുണ്ടായില്ല എന്ന് ചുരുക്കം.